കേരളത്തിൽ 19നും 25നും ഇടയിലുള്ളവരിൽ HIV ബാധ കൂടുന്നു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് 19നും 25നും ഇടയിലുള്ളവരിൽ HIV ബാധ കൂടുന്നതായി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. ലഹരി കുത്തിവയ്പ് ഉൾപ്പെടെ ഇതിന് കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. ആകെ HIV പോസിറ്റീവിൽ 15% പേരും ഈ പ്രായത്തിലുള്ളവരാണെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അറിയിച്ചു. എന്നാൽ പരിശോധനകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൈറസ് ബാധ വർദ്ധിക്കുന്നില്ല എന്നത് ആശ്വാസമാണെന്നും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് HIV പോസിറ്റീവ് നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സ്വവർഗാനുരാഗം വഴിയും പുരുഷന്മാർക്കിടയിൽ HIV ബാധിതരുടെ എണ്ണം കൂടുന്നുണ്ടെന്നും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അറിയിച്ചു. 2019 1211 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. 2024 ഇത് 1065 കുറഞ്ഞു. ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. 2023 ഇത് 1270 ആയിരുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഏറ്റവും അധികം HIV ബാധ. 2024 1065 HIV ബാധിതരിൽ 805 പേരും പുരുഷന്മാരാണ് എന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് വ്യക്തമാക്കുന്നു. ലോകത്താകമാനം 3.9 കോടി HIV ബാധിതരാണുള്ളത്. ഇന്ത്യയിൽ 2023 0.13 കോടി പേർക്കാണ് HIV കണ്ടെത്തിയത്. രാജ്യത്ത് പ്രായപൂർത്തിയായവരിലെ HIV ബാധ സാന്ദ്രത 0.20 ആണെങ്കിൽ കേരളത്തിൽ 0.07%. ഇതര സംസ്ഥാനത്തിലുള്ളവർ കേരളത്തിലേക്ക് കുടിയേറുന്നത് രോഗത്തിന്റെ വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നു. HIV തോത് നിയന്ത്രിക്കാനായി ജ്യോതിസ്, ഉഷസ്, കെയർ സപ്പോർട്ട്, പുലരി തുടങ്ങിയ സേവന കേന്ദ്രങ്ങൾ സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം.